വിമർശനം, സ്വയം വിമർശനം, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ആചാരപരമായ ഒരു ചടങ്ങാണ്. അതിനെപ്പുറത്ത് യാതൊരു പ്രാധാന്യവുമില്ല. അതൊരു ആചാരമെന്ന് മാത്രം. അത് പക്ഷേ അത് നടത്തിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. ഉത്സവത്തിന് വെടിക്കെട്ട് നടന്നില്ലെങ്കിലും ഉത്സവമൊക്കെ നടക്കും. പക്ഷെ അതൊരു ആചാരമാണ്. അത്തരം ഒരു ആചാരം മാത്രമാണ് ഈ വിമർശനവും സ്വയം വിമർശനവും. എന്തായാലും ഗോവിന്ദ സഖാവിൻ്റെ നേതൃത്വത്തിൽ കൂടിയ CPIMന്റെ കേരള സ്റ്റേറ്റ് പാർട്ടി കമ്മിറ്റി വിമർശനം നടത്തി, സ്വയം വിമർശനം നടത്തുകയും ചെയ്തു. അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗോവിന്ദ ഒരു കാര്യം പറഞ്ഞു. അമൂർത്തമായ സാഹചര്യത്തിൽ നടന്ന സമൂർത്തമായ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന പ്രക്രിയ അതൊരു പ്രഹേളികയായി മാറുകയും ചിലരൊക്കെ ജയിച്ചതായി തോന്നുകയും ചിലരൊക്കെ തോറ്റതായി തോന്നുകയും ചെയ്തു. ഇത് വെറും തോന്നൽ മാത്രമാണ്. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ കയറ് കണ്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലുള്ള ഒരു തോന്നൽ മാത്രമാണ് ഈ തോൽവിയെക്കുറിച്ച് ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പാർട്ടിക്ക് തെറ്റുപറ്റി. അതേസമയം ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയൻ സഖാവും രണ്ടുപേരും ശിരിമയുടെ പാതയിലൂടെ വിപ്ലവ പതാകയുമേന്തി അതിവേഗം വിപ്ലവ സാക്ഷാത്കരിക്കുന്ന ആ ദിവസം നോക്കി വളരെ വേഗം അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ യാത്ര തടസ്സപ്പെടുത്തിയത് പാർട്ടിക്ക് പറ്റിയ തെറ്റാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പാർട്ടിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി പാർട്ടിക്ക് തെറ്റുപറ്റിയത് ബ്രാഞ്ച് കമ്മിറ്റിക്കാണ്. അല്ലാതെ പിണറായി വിജയൻ സഖാവിനോ ഗോവിന്ദൻ സഖാവിനോ അല്ല. അവർക്ക് തെറ്റുപറ്റില്ലല്ലോ. അവർക്ക് ശരിയെ ചെയ്യാനേ അറിയുള്ളൂ. തെറ്റുപറ്റിയത് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിക്കാണ്. കാരണം ഓരോ പോളിംഗ് ബൂത്ത് ഇരിക്കുന്നിടത്ത് ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ട്. കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തിനോടും ചേർന്നൊരു ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ട്. ആ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർ കാണിച്ച അലംഭാവമാണ് ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 10 വർഷമുണ്ടായ അത്യുഗ്രൻ വികസനം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിരാവിലെ അവരെ പോളിംഗ് ബൂത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന കാര്യത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരും അംഗങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മറ്റു ചില കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, 3 വൃദ്ധന്മാരുടെ പാർലമെന്ററി വ്യാമോഹം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 75 വയസ്സ് കഴിയുന്ന ദിവസം തന്നെ അവരെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് അയോഗ്യരായിട്ട് മാറും. എല്ലാവർക്കുമില്ല, വാർദ്ധക്യം ബാധിച്ച ആളിനെ. ഭാഗ്യവശാല് നമ്മുടെ പിണറായി വിജയൻ സഖാവിന് വാർദ്ധക്യം ബാധിച്ചിട്ടില്ല. അദ്ദേഹം മാർക്കണ്ഡേയനെ പോലാണ്. അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന പോളിറ്റ് ബ്യൂറോ ഒരു വരം കൊടുത്തിട്ടുണ്ട്. എന്നും കുന്നും 16 വയസ്സായിരിക്കട്ടെ എന്ന് മാർക്കണ്ഡേയന് ഒരു വരം കൊടുത്ത പോലെ എന്നും കുന്നും 75 വയസ്സിന് താഴെ ആയിരിക്കട്ടെ എന്നൊരു വരം പിണറായി സഖാവിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രായമാകുന്ന പ്രശ്നമില്ല. പ്രായമായ 75 വയസ്സെന്ന് പറഞ്ഞ ആ പ്രായപരിധി കടന്ന 3 വൃദ്ധന്മാർ, ഈ വൃദ്ധന്മാരുടെ പാർലമെന്ററി വ്യാമോഹമാണ് ഈ പരാജയത്തിന് കാരണം. അല്ല, ജനങ്ങളെതിരായിട്ടേ അല്ല. അവിടാണ് തെറ്റിദ്ധാരണ മാറേണ്ടത്. ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പിണറായി സഖാവിനെ ഇഷ്ടമാണ്, ഗോവിന്ദൻ സഖാവിനെ അതിനെക്കാട്ടി ഇഷ്ടമാണ്. ഗോവിന്ദൻ സഖാവിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ കാതോർത്ത് നിൽക്കുകയാണ്. അതൊന്നും അല്ല പ്രശ്നം. ഈ 3 വൃദ്ധന്മാരുടെ പാർലമെന്ററി വ്യാമോഹമാണ്. ആരാണ് ഈ വൃദ്ധന്മാർ? അവരുടെ പാർലമെന്ററി വ്യാമോഹം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ സ്വാധീനിച്ചെന്നുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്പർ 1, TK ഗോവിന്ദൻ സഖാവ്. അദ്ദേഹത്തിന് സഖാവ് വിളിക്കാനൊക്കത്തില്ല. TK ഗോവിന്ദൻ എന്ന മുൻ സഖാവ്. അദ്ദേഹം തളിപ്പറമ്പിയിലാണ് മത്സരിച്ചത്. തളിപ്പറമ്പിയിൽ അദ്ദേഹം ചെയ്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്താണ്? PK ശ്യാമള എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. ആരാണ് PK ശ്യാമള? ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയല്ലേ PK ശ്യാമള? അവർക്കെതിരെ പാർലമെന്ററി വ്യാമോഹവുമായി മത്സര രംഗത്തേക്ക് എടുത്തു ചാടിയ TK ഗോവിന്ദൻ എന്ന മുൻ സഖാവ് ചെയ്ത അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന് പാർട്ടി കണ്ടെത്തി. ആ ഗോവിന്ദൻ സഖാവിന്റെ പാർലമെന്ററി വ്യാമോഹമാണ് തളിപ്പറമ്പിയിൽ പാർട്ടി പരാജയപ്പെടാനുള്ള കാരണം. അപ്പൊ ഇത് കേൾക്കുന്ന നിഷ്കളങ്കരായ ചിലർ ചോദിക്കും, അപ്പം മത്സരിച്ച PK ശ്യാമളയ്ക്ക് പാർലമെന്ററി വ്യാമോഹം ഇല്ലായിരുന്നു? ഇല്ല.
ശ്യാമള ടീച്ചറിന്റെ പാർലമെന്ററി വ്യാമോഹം തൊട്ട് തീണ്ടിയിട്ടില്ല. ശ്യാമള ടീച്ചറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ജനസേവനമായിരുന്നു. ജനസേവന വ്യഗ്രതയിൽ എനിക്ക് ജനസേവനം ചെയ്യണം എന്നുള്ള അമിതമായ ആഗ്രഹത്തിനാണ് ശ്യാമള ടീച്ചർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. ഗോവിന്ദൻ മാസ്റ്ററോ അല്ലെങ്കിൽ പാർട്ടിയോ വിചാരിച്ചാൽ ആ ജനസേവന വ്യഗ്രത തടയാൻ പറ്റില്ല എന്ന് പാർട്ടി വിലയിരുത്തി. അങ്ങനെയാണ് ശ്യാമള ടീച്ചർ വന്നത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 2021 20,689 വോട്ടിനാണ് ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പയിൽ മത്സരിച്ചത്. ആ തളിപ്പറമ്പയില് 12,425 വോട്ടുകൾക്കാണ്, ആ വോട്ടുകളുടെ കുറവിനാണ് ശ്യാമള ടീച്ചർ പരാജയപ്പെടാൻ കാരണം. അതിന്റെ ഉത്തരവാദി ആരാണ്? TK ഗോവിന്ദൻ അല്ലാതെ വേറെ ആരും അതിന് ഉത്തരവാദിയല്ല. ശ്യാമള ടീച്ചർ നിരപരാധിയായ ഒരു ജനസേവികയാണ്. അത് ജനങ്ങൾക്ക് വന്നിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ഒരു മനുഷ്യന്റെ പാർലമെന്ററി വ്യാമോഹം ഒരു പാർട്ടിയുടെ വിപ്ലവ സ്വപ്നത്തെ എങ്ങനെ തള്ളിക്കെടുത്തി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ തളിപ്പറമ്പയിലെ ഈ പരാജയം, ശ്യാമള ടീച്ചറിന്റെ പരാജയം. അതിന് ഉത്തരവാദി TK ഗോവിന്ദന്റെ പാർലമെന്ററി വ്യാമോഹമാണ് എന്ന് കൃത്യമായി പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഇനിയും ഈ TK ഗോവിന്ദന് 75 വയസ്സുണ്ട്. അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാൾ V കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹത്തിന് 74 വയസ്സാണ്. 74 വയസ്സുള്ള കുഞ്ഞികൃഷ്ണൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, പാർട്ടി ഫണ്ട് സ്വന്തം ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച TI മധുസൂദനൻ എന്ന ആത്മാർത്ഥതയുടെ അതുപോലെ തന്നെ പാർട്ടി പ്രതിബദ്ധതയുടെ നിറകുടമായ ഒരു സഖാവിനെക്കെതിരായിട്ടാണ് ഈ V കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്? അതായത് ധനരാജ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ധനരാജിന്റെ പേരിൽ പിരിച്ച തുകയിൽ ചില മോഷണങ്ങൾ, തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ള കുഞ്ഞികൃഷ്ണന്റെ സംശയം. കുഞ്ഞികൃഷ്ണന്റെ സംശയത്തിന് എന്ത് വിലയാണ്? KK രാഗേഷ് സഖാവ്, അദ്ദേഹം കണ്ണൂരിന്റെ രോമാഞ്ചമാണ്. ആ KK രാഗേഷ് സഖാവിനോട് കൃത്യമായി TI മധുസൂദനൻ കണക്ക് കൊടുത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാണ്. KK രാഗേഷ് സഖാവിന് ബോധ്യപ്പെട്ട കണക്ക് V കുഞ്ഞികൃഷ്ണന് ബോധ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മതിച്ചു തരത്തില്ല. അത് ശരിയായ നടപടിയല്ല. എങ്ങനെ പാർട്ടിക്ക് അത് സമ്മതിച്ചു തരാനൊക്കും? രാകേഷ് സഖാവിനെ പോലെ വളരെയധികം പരിചയമുള്ള പന്നതപ്രജ്ഞനായ പാർട്ടി സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ട ഒരു കണക്ക് കുഞ്ഞികൃഷ്ണന് ബോധ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്ന പാരമ്പര്യമൊന്നും CPIM-നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണന്റെ വാദഗതികളെ അവർ പാർട്ടി തള്ളിക്കളഞ്ഞു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ വന്നു, പാർലമെന്ററി വ്യാമോഹം TK ഗോവിന്ദന് വന്ന പോലെ. ഉടനെ കുഞ്ഞികൃഷ്ണൻ എന്താണ് ചെയ്യേണ്ടത്? പാർട്ടി അനുസരിക്കുകയല്ലേ ചെയ്യേണ്ടത്, ആ കണക്ക് അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനുപകരം കുഞ്ഞികൃഷ്ണൻ എന്ത് ചെയ്തു? നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എടുത്ത ഒറ്റ ചാട്ടമാണ്. ഇത് പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് നമ്മൾ ചിന്തിക്കണ്ടേ? ഇതാണ് പാർലമെന്ററി വ്യാമോഹം. ഈ കുഞ്ഞികൃഷ്ണന്റെ പാർലമെന്ററി വ്യാമോഹം ഉണ്ടാക്കിയ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ 2021 49,780 വോട്ടിനാണ് ഈ TI മധുസൂദനൻ പയ്യന്നൂരിൽ മത്സരിച്ച് ജയിച്ചത്. അതേ പയ്യന്നൂരിലെ 7,487 വോട്ടിന് കുഞ്ഞികൃഷ്ണൻ സഖാവ് ജയിച്ചു വന്നു, അല്ലെങ്കിൽ മധുസൂദനനെ തോൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്ന് പറഞ്ഞാൽ V കുഞ്ഞികൃഷ്ണന്റെ പാർലമെന്ററി വ്യാമോഹം, ആ വ്യാമോഹമാണ് പയ്യന്നൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തകരാറായത്. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണന്റെ പാർലമെന്ററി വ്യാമോഹമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ രണ്ടാമത്തെ കാരണങ്ങളിൽ ഒന്ന്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. അത് വളരെ ഹൃദയഭേദകമായ ഒന്നാണ്. അമ്പലപ്പുഴയിൽ G സുധാകരൻ മത്സരിച്ചു. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് അമ്പലപ്പുഴക്കാരുടെ ഏറ്റവും പ്രിയങ്കരനായ H സലാമായിരുന്നു. H സലാം സഖാവിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി അമ്പലപ്പുഴയിലെ മണൽത്തരികൾ പോലും സ്നേഹിക്കുന്ന ആളാണ് H സലാം സഖാവ്. ആ സലാം സഖാവിനെതിരെ G സുധാകരൻ മത്സരിച്ചു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അദ്ദേഹത്തെ പാർട്ടി നേതാക്കന്മാരാരൊക്കെയോ അസഭ്യം പറയുന്നു, അദ്ദേഹത്തിനെതിരെ ഫേസ്ബുക്കിൽ എഴുതുന്നു. അദ്ദേഹം ഒരു വിപ്ലവ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പ്രചരണം നടത്തിയാൽ, അദ്ദേഹത്തിനെ അസഭ്യം പറഞ്ഞാൽ അതിന് വിട്ടുവീഴ്ച ചെയ്യണ്ടേ അദ്ദേഹം? അത് മറക്കണ്ടേ അദ്ദേഹം? അത് പൊറുക്കണ്ടേ അദ്ദേഹം? അത് ചെയ്തു. മറിച്ച് അമ്പലപ്പുഴയിലെ മത്സരത്തിലേക്ക് എടുത്തു ചാടുകയാണ് G സുധാകരൻ ചെയ്തത്. G സുധാകരൻ അങ്ങനെ ചെയ്ത, അതും G സുധാകരന്റെ പാർലമെന്ററി വ്യാമോഹമാണ്. എന്തിന് G സുധാകരൻ മത്സരിക്കുന്നുവെന്ന് സലാം സഖാബ് ചോദിച്ചില്ലേ?
നിയമസഭയിൽ പോയിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ആ മനുഷ്യൻ പിന്നെ എന്തിനു മത്സരിക്കുന്നു? അതാണ് സലാം ചോദിച്ചത്. വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. സലാം സഖാവ് ചെറുപ്പമാണ്, ഇനി ദീർഘകാലം അമ്പലപ്പുഴയെ സേവിക്കണമെന്നുണ്ട്. എന്തു വന്നാലും അമ്പലപ്പുഴയിലെ വികസനം ഉറപ്പാക്കാതെ അദ്ദേഹം പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർ ചെയ്യത്തില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ആളാണ്. പിന്നെ എന്തിന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചു? അത് ഒരു തരത്തില് വാശിയും പാർലമെന്ററി വ്യാമോഹവും. അദ്ദേഹത്തിനെതിരെ നിഷ്കളങ്കരായ പാർട്ടി പ്രവർത്തകർ പറഞ്ഞ ചില അസഭ്യങ്ങളിൽ അദ്ദേഹം പ്രകോപിതനായി. അത് ശരിയാണോ? പാർട്ടി ഭരണഘടന അനുസരിച്ച് ശരിയല്ല. അപ്പൊ എന്തായാലും ശരി, ജി സുധാകരൻ സഖാവ് മത്സരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം വെച്ചാൽ 2021 11,125 വോട്ടിനാണ് സലാം സഖാവ് ജയിച്ചത്. അവിടെ 2026 28,000 വോട്ടിന് സലാം സഖാവിനെ തോൽപ്പിച്ച അക്ഷന്തവ്യമായ അപരാധം ചെയ്ത ആളാണ് ജി സുധാകരൻ. അതിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന് പാർലമെന്ററി വ്യാമോഹമാണ്. എന്നാൽ 2021 സലാം സഖാവ് ജയിച്ചപ്പോൾ 11,125 വോട്ടിനാണ് ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞപ്പോഴേ ഭൂരിപക്ഷം പോരായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. പാർട്ടി കമ്മിറ്റിയിൽ നാസറിന് തോന്നി, സജി ചെറിയാന് തോന്നി. അവർക്കൊക്കെ വലിയ ഒരുപാട് സംശയം തോന്നി. ഈ ജയവും തോൽവിയും കുന്തമാണോ കുടച്ചക്രമാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും സജി ചെറിയാൻ വലിയ പിടിയൊന്നുമില്ല. ചിലരൊക്കെ തോക്കുന്നു, ചിലരൊക്കെ ജയിക്കുന്നു. അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂർ അദ്ദേഹം സേഫ് ആണെന്നുള്ളതിനപ്പുറത്ത് വേറെ കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. എന്തായാലും ശരി, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെങ്കിൽ ജനമനസ്സുകളെ അളക്കാൻ കഴിയുന്ന യന്ത്ര സംവിധാനം, അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ വരണം. അതാണ് ഇളമരം കരീം സഖാവ്. അദ്ദേഹം നേരെ കോഴിക്കോട്ട് ഒന്ന് ട്രെയിൻ കയറി അമ്പലപ്പുഴ ഇറങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയില്ല. പീഡനം നടന്നാൽ തീവ്രത അളക്കാനുള്ള യന്ത്ര സംവിധാനം അവർക്കുണ്ട്. പാർട്ടി പോലീസുണ്ട്, പാർട്ടി കോടതിയുണ്ട്. ഇത്രയും സ്വയം പര്യാപ്തമായ സംവിധാനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിലില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ സുധാകരൻ സഖാവ് നടത്തിയ ചില പ്രചരണങ്ങളാണ് ഈ സഖാവിനുള്ള ജനസമ്മതി പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ അമ്പലപ്പുഴയ്ക്ക് കഴിയാതെ പോയത്. അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറഞ്ഞത് 50,000 വോട്ടിന് ജയിക്കേണ്ട എച്ച് സലാം എന്ന് പറഞ്ഞ അമ്പലപ്പുഴക്കാരുടെ പ്രിയങ്കരനായ ഒരു സഖാവിനെ തോൽപ്പിച്ചതിന്റെ, അല്ലെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു എന്നുള്ളത് ശരിയല്ല, കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചതിന്റെ ഉത്തരവാദി ജി സുധാകരനാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്ത ആളാണ് നമ്മുടെ ഇളമരം കരീം സഖാവ്. എന്തായാലും ശരി, ജി സുധാകരൻ സഖാവും അവിടെ മത്സരിച്ചു. അവിടെയും പാർലമെന്ററി വ്യാമോഹമാണ് വന്നത്. ഇവിടെയൊക്കെ പാർട്ടി അവസാനം ഒരു കാര്യം കണ്ടെത്തി. ധർമ്മടത്ത് 6 റൗണ്ട് പിന്നിൽ പോയിട്ടും ധീരമായി പൊരുതി അവസാനത്തെ റൗണ്ടിൽ കഷ്ടിച്ചായാലും കടന്നുകൂടിയ പിണറായി സഖാവ് 80ാമത്തെ വയസ്സിൽ കാണിച്ച ധീരമായ പോരാട്ട വ്യഗ്രത, അതിനെ പാർട്ടി അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ശ്ലാഘനീയമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇനിയും എന്തെങ്കിലും കാലത്ത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ അത് പിണറായി സഖാവ് തന്നെ ആയിരിക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചു. അപ്പൊ അവിടാണ് ആ ധർമ്മടത്ത് അദ്ദേഹം നടത്തിയ അധീരമായ ചെറുത്തുനിൽപ്പിനെയാണ് അവര് അംഗീകരിച്ചത്. അവസാനം ഒരു കാര്യം ഇവിടെ പാർട്ടിക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കാരായി സഖാവിനെ ജയിപ്പിച്ച തലശ്ശേരിക്കാരുടെ മാതൃക കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ സംശയിക്കേണ്ട കാര്യമില്ല, കേരളത്തിലെ ജനകീയ ജനാധിപത്യ വിപ്ലവം നടന്നിരിക്കും. സമത്വസുന്ദരമായ ഒരു കേരളം നിലവിൽ വന്നിരിക്കും. എല്ലാവർക്കും എന്നും ഓണമായിരിക്കും, കേരളത്തിനെന്നും സമ്പൽ സമൃദ്ധിയുമായിരിക്കും. പക്ഷേ തലശ്ശേരിയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അനുകരിക്കാനുള്ള ആ ഹൃദയവിശാലത, ദീർഘവീക്ഷണം, അത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകണം എന്നാണ് പാർട്ടി കമ്മിറ്റി കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവര് 3 പേര് മാത്രമല്ല പരാജയത്തിന്റെ കാരണക്കാർ. ഇവരുടെ പാർലമെന്ററി വ്യാമോഹം മാത്രമല്ല, വേറെ ഒരാൾ ഈ പരാജയത്തിന് വലിയൊരു മുഖ്യ കാർമ്മിത്വം വഹിച്ച ഒരാളുണ്ട്. അത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനെ സഖാവ് പിണറായി വിജയൻ കാറിൽ കയറാൻ ക്ഷണിച്ചു. വെള്ളാപ്പള്ളി എന്താണ് ചെയ്യേണ്ടത്? ഒരു വിപ്ലവ സിംഹത്തോടൊപ്പം സഞ്ചരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് കണ്ട് മനസ്സിലാക്കി സ്വയം വിമർശനപരമായി, അവിടെയാണ് സ്വയം വിമർശനം വരുന്നത്, സ്വയം വിമർശനപരമായി കണ്ടെത്തി കാറിൽ കയറാതെ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ട് നടന്നു പോയില്ല? അതാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത അക്ഷന്തവ്യമായ ഏറ്റവും വലിയ അപരാധം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഈ കാറിൽ കയറിയതാണ് തോൽവിയുടെ 4ാമത്തെ കാരണം. അതിന് ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണ്.
സ്നേഹമസൃണമായ മനസ്സുള്ള ഒരാളാണ് പിണറായി സഖാവ്. അദ്ദേഹം കാറേ കയറാൻ ക്ഷണിച്ചെങ്കിലും തന്റെ പരിമിതികൾ മനസ്സിലാക്കി ആ ക്ഷണം സ്വീകരിക്കാതെ നടന്നു പോകാൻ വെള്ളാപ്പള്ളി തയ്യാറാകാതെയിരുന്നു എന്നുള്ളതാണ് പരാജയത്തിന്റെ മറ്റൊരു കാരണം. അതിന്റെ 4ാമത്തെ ഉത്തരവാദി തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി സഖാവ് തന്നെയാണ്. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 5ാമതൊരു കാരണക്കാരനുണ്ട്. അത് UP-യിലെ മുഖ്യമന്ത്രി യോഗി അവിടെ കണ്ടൊരു സന്ദേശം അയച്ചു. ആ സന്ദേശം ആ സമ്മേളനത്തിൽ വായിച്ച ഏതോ ദ്രോഹി, അദ്ദേഹത്തിന്റെ പേരെനിക്കറിഞ്ഞൂടാ, ആ ദ്രോഹിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ 5ാമത്തെ കാരണക്കാരൻ. എന്തായാലും ശരി, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി കൂടി കൂലങ്കഷമായി ചർച്ച ചെയ്തു. അവസാനം പാർട്ടി കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. ആശങ്ക വേണ്ട, ജാഗ്രത മാത്രം മതി. ഇനിയും 2031 നടക്കുന്ന കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്നും അന്ന് പാർലമെന്ററി വ്യാമോഹം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത 140 ആളുകളെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പാർട്ടി ഇറക്കുമെന്നും അവർക്ക് രക്തഹാരം നൽകി സ്വീകരിക്കുവാൻ കേരളത്തിലെ ജനങ്ങള് അരയും തലയും മുറക്കി തയ്യാറായി ഇരിക്കണമെന്ന് മാത്രമാണ് പാർട്ടി കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ശരി, 2031 നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ സമയത്ത് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ രക്തഹാരം അണിയിച്ച് സ്വീകരിക്കാനുള്ള ചില തയ്യാറെടുപ്പുകൾ ഇന്ദിരാഭവനിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ആദ്യത്തെ കാൽവെപ്പ് നടന്നിരിക്കുന്നത് അളിയം മന്ത്രിയാണ്. അളിയം മന്ത്രി അതിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു വലിയ ഒരു ശരി ചെയ്തു, അത് തിരുത്തി അദ്ദേഹം. അത് ശരിയല്ല, അളിയനെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അളിയനെ അല്ലാതെ വേറെ വല്ലവന്റെ അളിയനെ നിയമിക്കാൻ ഒക്കും? അദ്ദേഹത്തിന് അളിയനെ നിയമിക്കാൻ ഒക്കത്തുള്ളൂ. അതേപോലെ ത്യാഗധനനായ ഒരാളെ ആ കണ്ണൂർ മേഖലയിൽ സണ്ണി ജോസഫ് സഖാവിന് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു നോക്കി, നല്ല കൊള്ളാവുന്ന ഒരുത്തിനെ, കൊള്ളാവുന്ന ലക്ഷണമൊത്ത ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നമ്മുടെ വൈദ്യുതി മന്ത്രിക്ക് കിട്ടിയത് അദ്ദേഹത്തിന് അളിയനെയാണ്. അതിനകത്ത് തെറ്റെന്താണ്? എന്തായാലും ശരി, 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പില് CPIM-ന്റെ സ്വപ്നം പൂവണിയാനുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ഇന്ദിരാഭവനിൽ തുടങ്ങിയതിന്റെ തുടക്കമാണ് അളിയന്റെ നിയമനം നമ്മൾ കാണുന്നത്. ഇനി പിന്നെ വേറെ ഒരു രസകരമായ ഒരു കാര്യം കൂടെ പറയാം. അത് മറ്റൊന്നുമല്ല, എൻ്റെ പഴയ ഒരു സുഹൃത്ത് സഖാവ് പവനന് AKG സെന്ററിന് മുന്നിൽ ഒരു പ്ലക്കാർഡുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. TV-യിലും കണ്ടു, പത്രത്തിലും കണ്ടു. സത്യം പറഞ്ഞാൽ പവൻ സഖാവിൻ്റെ ആ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അഭിനന്ദിക്കണമെന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, മുങ്ങുന്ന കപ്പലിൽ ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞ് അലമുറയിടുന്ന ഒരു സഖാവിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹസിക മനസ്സിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പവനൻ സഖാവിന് എല്ലാ അഭിവാദ്യവും ഞാൻ അർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അദ്ദേഹം ആ മുങ്ങുന്ന കപ്പലിൽ യാത്ര ചെയ്യാൻ തയ്യാറെടുപ്പോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രതീക്ഷ കൊടുത്ത് തന്നെ തിരിച്ചയച്ചിട്ടുമുണ്ട്. പിന്നെ അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, ഒരു നനഞ്ഞ കോഴിക്കുഞ്ഞ് MN സ്മാരകത്തിലെ തണുത്ത് വിറച്ച് ഇരിപ്പുണ്ട്. മനുഷ്യസ്നേഹികളായ ആരെങ്കിലും, മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും MN സ്മാരകത്തിലിരിക്കുന്ന ആ നനഞ്ഞ കോഴിക്കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി സംരക്ഷിക്കാൻ കഴിയുന്നവരാരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരതിന് തുനിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.